ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. പഴവും റവയും വെച്ചിട്ട്. ഒത്തിരി എണ്ണയൊന്നും ഇതിന് ആവശ്യമില്ല. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നല്ല പഴുത്ത പഴം എടുക്കണേ. നമ്മുടെ വാഴപ്പഴമാണ് ഇത്. പിന്നെ ഈ പഴത്തിന്റെ പേര് എനിക്കറിയത്തില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമായിരുന്നു, പച്ചപ്പഴമായിരുന്നു. ഞാനിവിടെ കൊണ്ടുവന്ന് അത് പഴുപ്പിച്ചിപ്പോൾ എടുത്താണ്. ഒരു 4 പഴമുണ്ട്. പിന്നെ പഴവും റവയും പിന്നെ നമുക്ക് പഞ്ചസാര, പാൽ ഇതെല്ലാമാണ് ആവശ്യം. അപ്പം ഇത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ പഴമെല്ലാം പിന്നെ എത്ര പഴം വേണോ അത്ര എടുക്കാം. അവരവരുടെ ക്വാണ്ടിറ്റി എത്ര വേണോ അത്ര എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 പഴമേ എടുക്കുന്നുള്ളൂ. പഴം നന്നായിട്ട് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. നമുക്ക് സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ ഒന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട്. മിക്സിക്കകത്തിടേണ്ട ആവശ്യമൊന്നുമില്ല, തൊലി കളഞ്ഞിട്ട്. അപ്പം നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ അതങ്ങ് നന്നായിട്ട് ഉടഞ്ഞു വരുവേ. 4 പഴം ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നുള്ളൂ. നാല് പഴം തന്നെ ഏറെയാണ്. നമുക്കൊന്ന് ഉടച്ചെടുക്കാം. പഴമൊക്കെ നന്നായിട്ട് അങ്ങനെ ഉടച്ചെടുക്കാം. നമുക്ക് ഒരു വലിയ പാത്രത്തിലിടേണ്ടതായിരുന്നു, ഞാൻ ചെറുതിലോട്ടങ്ങ് എടുത്തു. സാരമില്ല. അങ്ങനെ നമ്മുടെ പഴമൊക്കെ ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞു വരും. അപ്പം നന്നായിട്ട് നമ്മുടെ പഴമൊക്കെ ഇവിടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. നെയ്യ് ഒന്ന് ചൂടാകട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇവിടെ നെയ്ക്കകത്തോട്ട് നമ്മൾ ഉടച്ചു വെച്ച നമ്മുടെ പഴം ഇട്ട് കൊടുക്കാമേ. ഉടച്ചു വെച്ച് നമ്മുടെ പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാതെ ഈ നെയ്ക്കകത്ത്. അങ്ങനെ നമ്മുടെ പഴവും നെയ്യും എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് റവ ചേർത്ത് കൊടുക്കാമേ. നമുക്ക് എത്രയും വേണോ അത്രയും റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണേലും നമുക്ക് എടുക്കാം. നന്നായി നമുക്കിത് ഈ നെയ്ക്കകത്തും പഴത്തിനകത്തും എല്ലാം കിടന്നൊന്ന് മിക്സായി വരണം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാമേ. ഇത് ഈ റവയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിനാവശ്യമായ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് മിക്സ് ആവണം. ഈ പാലിനകത്ത് ഇതൊന്ന് വേകണം. ആ റവയും ഇതുമൊക്കെ ഒന്ന് ഇതിനകത്തോട് നമുക്ക് ആവശ്യമായ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ.
നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സ്പൂണാണ്, ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഈ പഴത്തിന് ഇച്ചിരി മധുരം കുറവാണ്, വലിയ മധുരമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാമേ. ഇപ്പം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നന്നായിട്ടല്ല ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴം റവ മിശ്രിതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ അനുവദിക്കാമേ. ഇത് തണുത്തിട്ട് വേണം നമ്മളിനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ. നമ്മുടെ പാനിൽ നിന്നും വിട്ട് വരുന്ന ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇങ്ങനെ നമുക്ക് ഇപ്പൊ ഇവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കട്ടെ. ഇപ്പോൾ ഒരുമാതിരി ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് തേങ്ങായും കൂടെ ചേർക്കുകയാണ്. ചിരകിയ തേങ്ങായ ഫുള്ള് തണുത്തിട്ടില്ല, ഒരുമാതിരി ഒന്ന് തണുത്തിട്ടേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഫാനിൻ്റെ അടിയിലോ വെച്ചൊന്ന് തണുപ്പിച്ചൊക്കെ എടുക്കാം. ഇപ്പം അർജന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇപ്പം ഇതൊക്കെ തണുപ്പിച്ചെടുത്താൽ മതി. ഇച്ചിരി ഒന്ന് തണുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിത് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ പഴ റവ മിശ്രിതം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ കൈവച്ചൊന്ന് കുഴച്ചിട്ട് നമുക്കിതൊരു ഷേപ്പാക്കി എടുക്കാമേ. നമുക്ക് കയ്യിലേക്ക് ശകലം നെയ്യ് തടവിയിട്ട്, നെയ്യോ എണ്ണയോ എന്തോ ഇല്ല, അത് അവരവരുടെ ഇഷ്ടമേ. ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിലെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഷേപ്പിലെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ റവ പഴം മിശ്രിതം ഞാനിവിടെ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. 2 ഷേപ്പിൽ, ഒന്ന് ഓവൽ ഷേപ്പ്, ഒന്ന് റൗണ്ട് ഷേപ്പിൽ. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിലേക്ക് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ എടുത്ത ഫ്രൈയിങ് പാൻ തന്നെയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. നമുക്ക് നെയ്ക്കകത്ത് വേണമെങ്കിൽ നെയ്ക്കകത്ത് ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് വേണേലും ഉണ്ടാക്കാം. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അവരവർക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ട്രിപ്പിന് ഇവിടെ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. നമുക്കിതൊന്ന്
മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡിൽ നിന്ന് വെന്ത പിറക് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ അതിലേക്ക് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ എടുത്ത ഫ്രൈയിങ് പാൻ തന്നെയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. നമുക്ക് നെയ്ക്കകത്ത് വേണമെങ്കിൽ നെയ്ക്കകത്ത് ഉണ്ടാക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് വേണേലും ഉണ്ടാക്കാം. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അവരവർക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ട്രിപ്പിന് ഇവിടെ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. നമുക്കിതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡിൽ നിന്ന് വെന്ത പിറക് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ അതിലേക്ക് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ എടുത്ത ഫ്രൈയിങ് പാൻ തന്നെയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഈ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇട്ട് കൊടുക്കാം. നമുക്ക് നെയ്ക്കകത്ത് വേണമെങ്കിൽ നെയ്ക്കകത്ത് ഉണ്ടാക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് വേണേലും ഉണ്ടാക്കാം. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് അവരവർക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ട്രിപ്പിന് ഇവിടെ നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. നമുക്കിതൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡിൽ നിന്ന് വെന്ത പിറക് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ പലഹാരം ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇതെന്താന്ന് ചോദിച്ചാൽ പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും അവരറിയുന്നില്ല അത് പഴമാണെന്നോ റവയാണെന്നോ ഒന്നും അവരറിയുന്നില്ല. നമുക്ക് പാലും ചെല്ലും, പിന്നെ പഴവും റവയും എല്ലാം ആവശ്യത്തിന് കുട്ടികൾക്ക് കിട്ടുമല്ലോ. കുട്ടികളും ഇഷ്ടപ്പെട്ട് കഴിക്കും. കാരണം നല്ല മധുരം ഉണ്ടല്ലോ ഇതിന്. മധുരക്കുറവ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ഇനി ഒരു 4 എണ്ണം കൂടെ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ഈ ഉരുണ്ട നമുക്ക് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. ഇങ്ങനെ ഉരുട്ടി കൊടുത്തെടുക്കാം. അതിങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാം. ഉടഞ്ഞു പോകുന്നൊന്നും പേടിക്കണ്ട. ബാക്കിയുള്ളത് സകലം എണ്ണ ഒഴിച്ച് നമുക്ക് ചെയ്തു നോക്കാം. എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കത്തില്ലേ, ആ ഉണ്ണിയപ്പക്കാരക്കകത്തോട്ടിട്ട് നമുക്ക് ശക്കലിച്ച് എണ്ണ ഒഴിച്ച് വെച്ചാൽ മതി. ഇങ്ങനെയും ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഓരോ ഉരുണ്ടയും ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണം കാര്യമുണ്ടല്ലോ നോക്കി ഞാൻ ആദ്യം വറുത്തത് അതിനകത്തോട്ട് അങ്ങിടുമായിരുന്നു. ഇവിടെ ഒക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കാം.
നമ്മുടെ കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് കഴിക്കും ഇതൊക്കെ. എന്താന്ന് ചോദിച്ചാൽ അതുങ്ങൾക്കൊരു നല്ലൊരു ടേസ്റ്റാണ് ഇത് കേട്ടോ. മധുരവും ആ റവയും പാലും എല്ലാം ഉണ്ടല്ലോ. ഇതിപ്പോൾ നോക്കിയാൽ നമുക്ക് ഉണ്ണിയപ്പം പോലെ ഇരിക്കും. നോക്ക്, നമുക്കിങ്ങനെ തിരിച്ചിട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. ഇത് രണ്ടെണ്ണം ഞാൻ ആദ്യം ഇതിനെ പാനിനകത്ത് ഇട്ടതായിരുന്നു. കാലി ഉണ്ടല്ലോ എന്നോർത്ത് ഒന്നും കൂടെ അങ്ങ് ഇട്ടതായിരുന്നു. അതിങ്ങനെ തിരിച്ചിട്ട് ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മുടെ റവ വാഴപ്പഴം കൊണ്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. നമുക്ക് ഒത്തിരി ടൈമിങ്സും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.